ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മുടെ കൂടെ ഒരുപാട് കൂട്ടുകാർ, അതായത് പഠിക്കുന്ന സമയം തൊട്ട് കുറേ കൂട്ടുകാർ കാണും. അതുപോലെ നമ്മുടെ കസിൻസ് കാണും, നമുക്കറിയാവുന്ന ഒരുപാട് പേര് കാണും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേർന്ന കുറേ ആൾക്കാർ കാണും. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കാണുമേ. അപ്പം ഇതിനകത്ത് നമ്മൾ ചിലപ്പം ഒരുപാട് സ്നേഹിക്കുന്ന, അതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരെ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. കളങ്കമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചിലപ്പം ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. അതായത് അവരുടെ സ്നേഹം ചിലപ്പം ആ സ്നേഹത്തിനെക്കാട്ടി അപ്പുറം സ്നേഹം കൊടുക്കുന്ന ആരെങ്കിലും നമ്മളിൽ കാണും. നമ്മൾ ചിലപ്പം വേറൊരു വ്യക്തിയായിരിക്കും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത്. നമ്മുടെ കൂട്ടുകാർ പോലും ചിലപ്പം നമുക്കൊന്നും ഒരു മോശം സംഭവിക്കരുതേ, അല്ലെങ്കിൽ അവൾ നല്ലതുപോലെ നടക്കണം എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാർ കാണും. പക്ഷെ അവരെ നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കൂട്ടുകാരുടെ പുറകെയായിരിക്കും നമ്മൾ പോകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ, നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കാൻ പറ്റുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരിത് പറയാനാണെങ്കിൽ ഇപ്പം നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ, ആ മക്കളിൽ നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാക്ക് കേട്ടാൽ പോലും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ക്യാപ്ഷൻ അല്ല, എന്തോ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് അമ്മമാരുടെ നേരെ, അതായത് മാതാവിന്റെ നേരെ നാക്കുയർത്തി സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ മാതാവാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ കേൾക്കാം. അവർക്കത് ആ സമയത്ത് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും. നമ്മളെ വന്ന് 2 തല്ല് തല്ലിയാൽ ആ തല്ലുന്ന വേദന നമുക്ക് ചിലപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് മറന്നുപോകും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും ഇതാവാത്ത വാക്കുകളായിരിക്കും നമ്മളിലെ കേൾക്കുന്നത്. ആ വാക്കുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ക്ഷതം എത്രത്തോളം നമുക്ക് തിരിച്ചവരാ സ്നേഹം തന്നാലും നമ്മളിൽ നിന്ന് ആ വേദന പോവത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആരിലും ഒരു വേദനയാകാനുള്ള ഒരു ഇട ആരും വരുത്താതിരിക്കുക, ആർക്കും ഒരു വേദന ഉണ്ടാക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ നമ്മൾ പരമാവധി ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ കൂട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമ്മൾ അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ നിൽക്കാൻ. അല്ലാതെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആ വ്യക്തികൾ ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ നമ്മുടെ ആ ബന്ധങ്ങളിൽ വിള്ളൽ വീണു പോവുകയാണ്. പിന്നീട് നമ്മൾ എത്ര ശ്രമിച്ചാലും ആ പഴയ രീതിയിൽ ആകാൻ നമുക്ക് പാടായിരിക്കും. ചിലപ്പോൾ ആത്മാർത്ഥത കൂടിയിട്ടായിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അവർ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ പലതും പറയാറുണ്ട്. പക്ഷെ ചിലവരുടെ മനസ്സിനകത്ത് അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര, കാരണം നമ്മൾ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചിന്തിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. നമ്മളുടെ ബന്ധങ്ങളിൽ, അത് കൂട്ടുകാരായിക്കോട്ടെ, അല്ലാതുള്ള ഫാമിലീസിലെ ബന്ധങ്ങളായിക്കോട്ടെ, ഭാര്യാഭർത്തൃ ബന്ധമായിക്കോട്ടെ, സത്യസന്ധത പുലർത്താൻ ആദ്യമേ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കാൻ 2 വശത്തുള്ളവർ ശ്രമിക്കുക. ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണെന്ന് തിരിച്ചു കിട്ടാൻ. അപ്പം എല്ലാവർക്കും താങ്ക് യു.